പ്രീവിയസ് ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അറ്റാക്ക് മോഡൽസിനെ കുറിച്ചും ഇംഗ്ലീഷ് ലെറ്റേഴ്സിൻ്റെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അഫൈൻ സൈഫറിലെ ക്രിപ്റ്റ് അനാലിസിസ് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു എക്സാമ്പിളിലൂടെയാണ് ആ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സൈഫർ ടെക്സ്റ്റ് ഓൺലി അറ്റാക്ക് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒപ്പോണന്റ് ഒരു സിംഗിൾ സൈഫർ ടെക്സ്റ്റ് ഹാക്ക് ചെയ്തെന്ന് വിചാരിക്കുക. ദെൻ ആ സൈഫർ ടെക്സ്റ്റ് യൂസ് ചെയ്ത് അവിടെ യൂസ് ചെയ്തിരിക്കുന്ന കീ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ എടുക്കുന്ന എക്സാമ്പിളിൽ ഓസ്കർ ഹാക്ക് ചെയ്ത സൈഫർ ടെക്സ്റ്റ് FMXV EDKA PHFE RBND KRXR SREF MORU DSDK DVSH VUFE DKAP RKDL YEVL RHHRH ഇതാണെന്ന് അസ്യൂം ചെയ്യുക. ആദ്യം വേണ്ടത് സൈഫർ ടെക്സ്റ്റിൽ ഓരോ ലെറ്റേഴ്സിൻ്റെയും ഫ്രീക്വൻസി കണ്ടുപിടിക്കുകയാണ്. അതായത് സൈഫർ ടെക്സ്റ്റിൽ ഓരോ ഇംഗ്ലീഷ് ലെറ്റേഴ്സും എത്ര ടൈംസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക. ഈ സൈഫർ ടെക്സ്റ്റിൽ ലെറ്റർ A 2 ടൈംസ് ഉണ്ട്. സോ എയുടെ ഫ്രീക്വൻസി 2. ലെറ്റർ B 1 ടൈം. സോ ബിയുടെ ഫ്രീക്വൻസി 1. ലെറ്റർ C സൈഫർ ടെക്സ്റ്റിൽ ഇല്ല. സോ സിയുടെ ഫ്രീക്വൻസി 0. ലെറ്റർ D 7 ടൈംസ്. സോ ഡിയുടെ ഫ്രീക്വൻസി 7. ഇതുപോലെ എല്ലാ ലെറ്റേഴ്സിൻ്റെയും ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. അതിവിടെ ടേബിളിൽ തന്നിട്ടുണ്ട്. ടോട്ടൽ 57 ക്യാരക്ടേഴ്സ് മാത്രമാണ് സൈഫർ ടെക്സ്റ്റിലുള്ളത്. ബട്ട് ഇത്രയും ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തും നമുക്ക് കീ കണ്ടുപിടിക്കാവുന്നതാണ്. സൈഫർ ടെക്സ്റ്റിൽ കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ലെറ്റേഴ്സ് R, അത് 8 ടൈംസ് ഉണ്ട്. D 7 ടൈംസ്. E H K അത് 3 5 ടൈംസ്. ആൻഡ് FSV അത് 3 4 ടൈംസ്. ഇതാണ് കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ലെറ്റേഴ്സ് സൈഫർ ടെക്സ്റ്റിലെ. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഇംഗ്ലീഷ് ലെറ്റേഴ്സിന്റെ ബെക്കർ ആൻഡ് പൈപ്പർ ഇവാലുവേറ്റ് ചെയ്ത പ്രോബബിലിറ്റീസ് കണ്ടിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉണ്ടായിരുന്നത് ലെറ്റർ ഇക്കും നെക്സ്റ്റ് വൺ ലെറ്റർ ടിക്കുമായിരുന്നു. AOI ഈ ലെറ്റേഴ്സ് ആണ് നെക്സ്റ്റ് പൊസിഷൻസിൽ. സൈഫർ ടെക്സ്റ്റിലെ മോസ്റ്റ് ഫ്രീക്വന്റ് ലെറ്റർ ആറും നെക്സ്റ്റ് വൺ ഡിയുമാണ്. ഫസ്റ്റ് ഗസ് ആയിട്ട് ലെറ്റർ R ലെറ്റർ ഇയുടെയും ലെറ്റർ D ലെറ്റർ ടിയുടെയും എൻക്രിപ്ഷൻ ആണെന്ന് വിചാരിക്കുക. ലെറ്റർ ഇയോട് ഈക്വലന്റ് ആയ ഇൻറ്റിജർ 4, ടിയോട് ഈക്വലന്റ് ആയ ഇൻറ്റിജർ 19, ആറിനോട് ഈക്വലന്റ് ആയ ഇൻറ്റിജർ 17, D is equivalent to 3. സോ നേരത്തെ പറഞ്ഞ നമ്മുടെ ഹൈപ്പോത്തസിസ് ന്യൂമറിക്കലി ഇതുപോലെ എക്സ്പ്രസ് ചെയ്യാം. EK of 4 equal to 17 and EK of 19 equal to 3. അഫൈൻ സൈഫറിലെ ജനറൽ എൻക്രിപ്ഷൻ ഫംഗ്ഷൻ ഇങ്ങനെയാണ്. K equal to ഓഡേറ്റ് പെർ AB ആണെങ്കിൽ EK of X equal to AX plus B mod 26. ഇവിടെ ഇൻറ്റിജർ A 26നോട് റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ മാത്രമേ ഇതൊരു വാലിഡ് എൻക്രിപ്ഷൻ ഫംഗ്ഷൻ ആവുകയുള്ളൂ. EK of 4 equal to 17 implies that 4A plus B mod 26 equal to 17. EK of 19 equal to 3 implies that 19A plus B mod 26 equal to 3. So 4A plus B congruent to 17 mod 26 and 19A plus B congruent to 3 mod 26. ഇത് രണ്ട് വേരിയബിളിലുള്ള സിസ്റ്റം ഓഫ് ലീനിയർ കോൺഗ്രൻസ് ആണ്. ഇത് സോൾവ് ചെയ്യുവാൻ UG ക്ലാസ്സിൽ നമ്പർ തിയറിയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. AX plus BY congruent to R mod n and CX plus DY congruent to S mod n. ഈ സിസ്റ്റം ഓഫ് ലീനിയർ കോൺഗ്രൻസിനെ മോഡുലോ എന്നിൽ യൂണിക് സൊല്യൂഷൻ ഉണ്ടാവാനുള്ള കണ്ടീഷൻ GCD ഓഫ് AD മൈനസ് BC n ഈക്വൽ ടു 1 ആയിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ എക്സിനും വൈക്കും പകരം A and B ആണ്. n ഈക്വൽ ടു 26. GCD of 4 into 1 minus 1 into 19 26 equal to GCD of minus 15 26, which is same as GCD of 15 26, which is equal to 1. സോ ഈ ലീനിയർ കോൺഗ്രൻസിനെ മോഡുലോ 26ൽ യൂണിക് സൊല്യൂഷൻ ആണുള്ളത്. അത് സോൾവ് ചെയ്യുവാനുള്ള മെത്തേഡ് അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ A equal to 6 and B equal to 19 എന്ന് കിട്ടും. ബട്ട് GCD of A, 26 equal to GCD of 6, 26 which is equal to 2, which is not equal to 1. എയുടെയും 26ൻ്റെയും GCD 1 അല്ലാത്തത് കൊണ്ട് ഇതൊരു വാലിഡ് ആയിട്ടുള്ള കീ അല്ല. സോ നമ്മുടെ ഹൈപ്പോത്തസിസ് കറക്റ്റ് അല്ല.
നമ്മൾ നെക്സ്റ്റ് ഗസ് ആയിട്ട് ലെറ്റർ ആർ ലെറ്റർ ഇയുടെയും ലെറ്റർ ഇ ലെറ്റർ ടിയുടെയും എൻക്രിപ്ഷൻ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ന്യൂമറിക്കലി EK4 ഈക്വൽ ടു 17 ആൻഡ് EK19 ഈക്വൽ ടു 4. നേരത്തെ പോലെ പ്രൊസീഡ് ചെയ്താൽ A ഈക്വൽ ടു 13 എന്ന് കിട്ടും. GCD ഓഫ് 13,26 ഈക്വൽ ടു 13 ആണ്. സോ ഇതും വാലിഡ് ആയിട്ടൊരു കീ അല്ല. നെക്സ്റ്റ് ഗസ് ആയിട്ട് REയുടെയും HDയുടെയും എൻക്രിപ്ഷൻ ആണെന്ന് അസ്യൂം ചെയ്യുക. ഈ കേസിൽ A ഈക്വൽ ടു 8 എന്ന് കിട്ടും. GCD ഓഫ് 8,26 ഈക്വൽ ടു 2 ആയതുകൊണ്ട് ഇതും പോസിബിൾ അല്ല. നെക്സ്റ്റ് ഗസ് ആയിട്ട് REയുടെയും KTയുടെയും എൻക്രിപ്ഷൻ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഈ കേസിൽ A ഈക്വൽ ടു 3 എന്ന് കിട്ടും. GCD ഓഫ് 3,26 ഈക്വൽ ടു 1 ആയതുകൊണ്ട് ഇത് വാലിഡ് ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിയുടെ വാല്യൂ 5 ആണ്. സോ K ഈക്വൽ ടു ഓഡേറ്റ് പെയർ 3,5. ഇത് വാലിഡ് ആയിട്ടുള്ള ഒരു കീ ആണെന്ന് മാത്രം. ഇത് തന്നെയാണ് ആലിസ് ആൻഡ് ബോബ് യൂസ് ചെയ്തിരിക്കുന്ന കീ എന്നൊന്നും നിർബന്ധമില്ല. അത് കൺഫേം ആക്കുവാൻ വേണ്ടി ആദ്യം ഈ കീക്ക് കറസ്പോണ്ടിങ് ആയ ഡീക്രിപ്ഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നു. അത് യൂസ് ചെയ്ത് ഓസ്കാറിന് കിട്ടിയ സൈഫർ ടെക്സ്റ്റ് ഡീക്രിപ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ മീനിങ് ഫുൾ ആയ ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കീ എന്ന് നമുക്ക് കൺഫേം ആക്കാം. അല്ലാത്ത കേസിൽ നമ്മൾ വേറെ പോസിബിലിറ്റീസ് മുൻപ് ചെയ്തതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. K ഈക്വൽ ടു ഓഡേറ്റ് പെയർ 3,5 കറസ്പോണ്ടിങ് ആയ ഡീക്രിപ്ഷൻ ഫംഗ്ഷൻ DK ഓഫ് Y ഈക്വൽ ടു 3 ഇൻവേഴ്സ് ഇൻറ്റു Y മൈനസ് 5 മോഡ് 26. Z26ൽ 3 ഇൻവേഴ്സ് ഈക്വൽ ടു 9 ആയതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു 9 ഇൻറ്റു Y മൈനസ് 5 മോഡ് 26. 9 ഇൻറ്റു മൈനസ് 5 ഈക്വൽ ടു മൈനസ് 45. മൈനസ് 45 മോഡ് 26 ഈക്വൽ ടു മൈനസ് 19 ആയതുകൊണ്ട് DK ഓഫ് Y ഈക്വൽ ടു 9Y മൈനസ് 19 മോഡ് 26. ഈ ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ സൈഫർ ടെക്സ്റ്റ് ഡീക്രിപ്റ്റ് ചെയ്താൽ ഓൾഗരിതംസ് ആർ ക്വൈറ്റ് ജനറൽ ഡെഫിനിഷൻസ് ഓഫ് അരിത്തമെറ്റിക് പ്രോസസ് എന്ന് കിട്ടും. ഇതൊരു മീനിങ് ഫുൾ ആയ ടെക്സ്റ്റ് ആണ്. സോ K ഈക്വൽ ടു ഓഡേറ്റ് പെയർ 3,5 തന്നെയാണ് ആലിസ് ആൻഡ് ബോബ് യൂസ് ചെയ്തിരിക്കുന്ന കീ എന്ന് നമുക്ക് കൺഫേം ആക്കാം. ഇതുപോലെയാണ് അഫൈൻ സൈഫറിൽ ക്രിപ്റ്റ് അനാലിസിസ് നടത്തുന്നത്.